നാട്ടിലെ രുചികളിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് വേൾഡ് ഫേമസ് സൈഡ് ഡിഷായ ചിക്കൻ സ്റ്റൂവിന്റെ റെസിപ്പിയാണ്. ഓരോ രാജ്യത്തും ഓരോ രീതിയിലാണ് ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുന്നത്. നമ്മൾ ഇന്ന് കേരള സ്റ്റൈലിലുള്ള പ്രത്യേകിച്ച് ക്രിസ്മസ് ഈസ്റ്റർ ബ്രേക്ക്ഫാസ്റ്റിലെ മെയിൻ ഐറ്റമായ ചിക്കൻ സ്റ്റൂ ആണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ചിക്കനും വെജിറ്റബിൾസും ഒക്കെ നല്ല തേങ്ങാപ്പാലില് നല്ല സ്ലോ കുക്ക് ചെയ്യുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ സ്റ്റൂ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി പോയി സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും എരിവിന് ആവശ്യമായിട്ടുള്ള 1 ടീസ്പൂൺ ചതച്ച പെപ്പർ പൗഡറും ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഈ പെപ്പർ പൗഡറിന്റെ അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുത്താം കേട്ടോ. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ചിക്കൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലും കൂടെ ചേർന്നിട്ടുള്ള ചിക്കൻ എടുക്കുകയാണെങ്കിൽ നമ്മുടെ കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്യാം. ഈ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുന്നത് ചിക്കൻ ഒന്ന് ടെൻഡർ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 1/2 മണിക്കൂറെങ്കിലും മിനിമം വെക്കാം. ഓവർനൈറ്റ് ഒക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ചിക്കൻ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യാം. അപ്പൊ ഇനി നമുക്കതൊന്ന് അടച്ച് ഒരു 1/2 മണിക്കൂർ മാറ്റി വെക്കാം. ആ സമയത്ത് നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ ഗാർലിക് ചോപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി. പിന്നെ നമ്മൾ എടുക്കുന്നത് ഒരു ചെറിയ ഉള്ളിയാണ്, ഒരു ചെറിയ സവോള. പിന്നെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തേക്കുന്ന ഒരു വലിയ പൊട്ടറ്റോ. ഇനി നമ്മൾ എടുക്കുന്ന ക്യാരറ്റ് ആണ്. ക്യാരറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളമാണോ പൊട്ടറ്റോ എടുക്കുന്നത് ആ പൊട്ടറ്റോയുടെ പകുതിയോ അല്ലെങ്കിൽ അതിൽ കുറവോ ആയിട്ട് ക്യാരറ്റ് എടുക്കാൻ നോക്കുക. ക്യാരറ്റിൽ ഒരു ചെറിയ സ്വീറ്റ്നെസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ തേങ്ങാപ്പാലിലും കൂടെ വേവിക്കുമ്പോൾ രണ്ടും കൂടെ ആയിട്ട് ഒരുപാട് കറിക്ക് മധുരം ആവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ക്യാരറ്റ് കുറച്ചെടുക്കാൻ പറയുന്നത്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്. ഞാനിവിടെ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടോ കുറയ്ക്കോ ഒക്കെ ചെയ്യാം. ഇനി നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലുള്ള നാടൻ ഡിഷൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ വേറെ ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാം. അതിലേക്ക് ഒരു 3 ഗ്രാമ്പു, ഒരു സ്റ്റാർ അനൈസിന്റെ പകുതി, 1 ഇഞ്ച് നീളമുള്ള പട്ട, ഒരു 3 ഏലക്ക ചതച്ചത്, ഇത്രയിട്ട് ചെറിയ തീയിലിട്ട് ഒന്ന് നമുക്ക് സോട്ട് ചെയ്യാം. തീ കൂട്ടി വെച്ചാൽ നമ്മുടെ ഈ ഹോൾ സ്പൈസസ് കരിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ചെറിയ തീയിൽ വെക്കാൻ പറയുന്നത്. ഇനി നമുക്ക് അതിലേക്ക് ഉലുവ ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ ഉലുവ ഇടുന്നുണ്ട്. ഈ ഉലുവ ഇടുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചിക്കൻ സ്റ്റൂവിന്റെ ഗ്രേവിക്ക് ഒരു ഫ്ലേവറും ഒരു തിക്നെസ്സും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉലുവ ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ആഡ് ചെയ്യാം. ഈ വെളുത്തുള്ളി ഇഞ്ചിയൊന്നും നമുക്ക് അധികം മൂത്ത് പോകണ്ട, ചുമന്നൊന്നും വരണ്ട. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് ഒരു 30 സെക്കൻഡ്സ് ഒക്കെ സോട്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് അതിലേക്ക് ഇഞ്ചിയും കൂടെ ആഡ് ചെയ്യാം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒരു മൂത്ത മണം വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം. കറിവേപ്പിലയും കൂടെ ഒരു മൂത്ത മണം വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന അനിയൻ ആഡ് ചെയ്യാം. നമ്മൾ ഈ സവോള എടുക്കുമ്പോൾ തിന്നായിട്ട് സ്ലൈസ് ചെയ്യുക. മാത്രമല്ല വളരെ കുറച്ച് മാത്രം ചേർക്കുക. ഈ സവോളയ്ക്ക് ഒരു ചെറിയൊരു സ്വീറ്റ്നെസ് ഉണ്ട്. അത് ഒരുപാട് ക്യാരമലൈസ് ആയി പോയാൽ ഒരു സ്വീറ്റ്നെസ് വരും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കിട്ടിയാൽ മതി. ജസ്റ്റ് ഒന്ന് വെന്താൽ മതി. അപ്പോൾ 2 മിനിറ്റ് ഞാൻ സവോള ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സവോള ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത്രയും മതി. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികൾ ചേർക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി ചേർക്കുന്നുണ്ട്. അതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പെപ്പർ പൗഡറും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു ഫ്ലേവറിനനുസരിച്ച് 3/4 ടീസ്പൂൺ തൊട്ട് 1 ടീസ്പൂൺ 1/4 ടീസ്പൂൺ വരെ ഗരം മസാല നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി അതിൻ്റെയൊക്കെ റോസ്മെല്ലൊന്ന് നന്നായിട്ട് മാറുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്യാം. ഇനി നമുക്ക് അതിലേക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്യാം. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. നമ്മുടെ ഈ കറിക്ക് ഒരു തിക്നെസ് കൊടുക്കുന്നത് ഈ മല്ലിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ മല്ലിപ്പൊടിയുടെ ആ ഒരു റോ ടേസ്റ്റ്, ആ റോ സ്മെല്ലൊക്കെ മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. നമ്മൾ ഇതിലേക്ക് മുളക് പൊടിയോ
നമ്മുടെ മഞ്ഞൾപ്പൊടി ഒന്നും ആഡ് ചെയ്യുന്നില്ല. നമ്മളിത് ഉണ്ടാക്കുന്നത് നല്ല വൈറ്റ് കളറിലുള്ള ചിക്കൻ സ്റ്റൂ ആണ്. അപ്പം അതുകൊണ്ട് വേറെ പൊടികളൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. നമ്മുടെ മല്ലിപ്പൊടി ഇവിടെ ഏകദേശം ഒന്ന് റോസ് മില്ലൊക്കെ മാറി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞേക്കുന്ന ചിക്കനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഇങ്ങനെ ചെറുതായിട്ട് അരിയുമ്പോൾ നമ്മുടെ സ്റ്റൂ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. എപ്പോഴും നമ്മുടെ ഒരു ചില്ലി ചിക്കൻ്റെയോ അല്ലെങ്കിൽ 65 കട്ടക്കില്ല അതുപോലുള്ള ചെറിയ പീസുകളായിട്ട് ചിക്കൻ കട്ട് ചെയ്യാൻ നോക്കുക. ഇനി അത് നമുക്കൊന്ന് നന്നായിട്ട് ആ മസാലയെല്ലാം ചിക്കനിൽ ഒന്ന് കോട്ടാവുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് നമ്മുടെ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങുന്നുണ്ട്. നമ്മൾ ഇതിലൊട്ടും വെള്ളം ഒഴിക്കാതെയാണ് വേവിക്കുന്നത്. അപ്പോൾ ചിക്കൻ്റെ കളറൊക്കെ മാറി ആ ഒരു പിങ്കിഷ് കളറൊക്കെ മാറി ഒരു വൈറ്റ് കളറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒന്നും കൂടി അതൊന്ന് ഇളക്കി അടി പിടിക്കാതിരിക്കാനാട്ടോ ഇങ്ങനെ ഇടയ്ക്കൊന്ന് എടുത്ത് ഇളക്കുന്നത്. അങ്ങനെ ഇളക്കിയിട്ട് നമുക്കൊരു 5 മിനിറ്റും കൂടെ ഒന്നും കൂടെ അടച്ചു വെക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ടോട്ടൽ ഇപ്പം നമ്മൾ ചിക്കൻ ഒരു 10 മിനിറ്റ് വേവിച്ചു. ഇപ്പം നമ്മുടെ ചിക്കൻ ഒരു പകുതിയിൽ കൂടുതൽ തന്നെ വെന്തിട്ടുണ്ട്. ചെറിയ പീസസും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് വെജിറ്റബിൾസ് നിങ്ങളുടെ ഇഷ്ടത്തിന് ഗ്രീൻ പീസോ ബീൻസോ ഒക്കെ ആഡ് ചെയ്യാം. ഞാനിവിടെ ഇപ്പം നമ്മുടെ പൊട്ടറ്റോയും ക്യാരറ്റും മാത്രമാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും പച്ചമുളകും ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. ഇനി നമ്മൾ അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കും. ഇത് 2ാം പാലാണ് കേട്ടോ. നിങ്ങൾ തേങ്ങ എടുത്തിട്ടാണ് ഫ്രഷ് കോക്കനട്ട് മിൽക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു 2.5 കപ്പ് തേങ്ങയിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് 1ാം പാലും 2 കപ്പ് വെള്ളം ഒഴിച്ച് 2ാം പാലും എടുക്കുക. ഇനി അതല്ല പൊടിയിട്ട് എടുക്കുന്നതെങ്കിൽ 2 കപ്പ് ഇളം ചൂടുള്ള വെള്ളത്തിൽ ഒരു 4 to 5 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്കിന്റെ പൗഡർ ആഡ് ചെയ്ത് തിൻ കോക്കനട്ട് മിൽക്ക് ഉണ്ടാക്കാം. ഇനി നമുക്ക് അതിന് ഇപ്പം നമ്മൾ തേങ്ങാപ്പാലൂടെ ഒഴിച്ചല്ലോ. അപ്പോൾ അതിനൊന്ന് നമ്മുടെ ഉപ്പൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഈ സമയം കൊണ്ട് നമ്മുടെ ചിക്കനും നമ്മുടെ വെജിറ്റബിൾസും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചാറും അത്യാവശ്യം നന്നായിട്ട് കുറുകിയിരിക്കുന്നുണ്ട്. കുറച്ചും കൂടെ തിക്നെസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കാഷ്യൂനട്ടോ തൊലി കളഞ്ഞ ബദാമോ ഒന്ന് ചതച്ച് ഒന്ന് പേസ്റ്റ് ആക്കി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് ഗരം മസാലയും പെപ്പർ പൗഡറും നമ്മുടെ പെരിഞ്ചീരകപ്പൊടിയും ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം 1ാം പാലും കൂടെ ചേർത്ത് 1/2 കപ്പ് 1ാം പാലും കൂടെ ചേർത്തിട്ട് നമ്മളത് അടച്ചു വെക്കുക. ഇനിയിപ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ വെളിച്ചെണ്ണയിൽ കുറച്ച് ഉള്ളിയും കറിവേപ്പിലയും ഒന്ന് താളിച്ച് ചേർക്കാം. ഉള്ളി ഒന്ന് മൂത്ത് വരട്ടെ. ഉള്ളി ഇങ്ങനെ ഒരുപാട് ചുമന്നൊന്നും പോകണ്ട. ജസ്റ്റ് ഒരു യെല്ലോയിഷ് കളറായാൽ മതി. ആ സമയത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ പച്ചമുളക് ഞാനിട്ടത് വെറുതെ ആ ഒരു വെളുത്ത കറിയിൽ ഇങ്ങനെ ഒരു പച്ച കളർ കിടക്കുന്ന കാണാനുള്ള ഒരു രസത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പ്രത്യേകിച്ച് വേറെ കാര്യമൊന്നുമില്ല അതിനകത്ത്. ഇനി ഈ ഉള്ളിയുടെയും ആ കറിവേപ്പിലയുടെയും ഒക്കെ ഫ്ലേവർ നമ്മുടെ ആ കറിയിലേക്കൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് അടച്ചു വെക്കാം. നമ്മളിപ്പോൾ നമ്മുടെ കറി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ് കേട്ടോ. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. കുറച്ച് നേരം കൂടി ഇരുന്നാൽ കുറച്ചും കൂടെ ഒന്ന് തിക്കാവും. ഇത് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴുള്ളതാണ് കേട്ടോ ഇത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെറിയ കുട്ടികൾക്ക് പോലും കൊടുക്കാൻ പറ്റുന്ന ഒട്ടും സ്പൈസി അല്ലാത്തൊരു കറിയാണിത്. അപ്പത്തിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പം വളരെ ഈസി ആയിട്ടല്ലേ നമ്മളിത് ഉണ്ടാക്കിയത്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാം. അത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.